കാരണേ നാളെ നമ്മളിവിടെ ആഘോഷിക്കുന്ന വെഡിങ് ആനിവേഴ്സറിയെ ശരിക്കൊരു കല്യാണം പോലെ നടത്തുന്നേ. ആ സത്യമേ, എന്താ? ഒരു ക്ലിനിക്ക് ഇട്ടാലും നിങ്ങൾക്ക് ജീവിക്കാലോ. പാരസെറ്റാമോളിന്റെ ഗുളിക മാത്രം എഴുതി കൊടുത്ത് ജീവിക്കുന്ന എത്ര ഡോക്ടേഴ്സിനെ എനിക്കറിയാം. രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിടാൻ പോയതാ. അപ്പോഴേക്കും അച്ഛൻ വന്നു. ഏട്ടനുള്ളതുകൊണ്ടാ ഞാൻ ഇപ്പോഴും ജീവനോടെങ്കിലും ഇങ്ങനെ ഇരിക്കുന്നെ. തനിക്ക് കൂട്ടായിട്ട് ഏട്ടനെങ്കിലും ഉണ്ടല്ലോ. എന്റെ അവസ്ഥ ഇതിലും ദയനീയമായിരുന്നു. എനിക്കൊരു പൈലറ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. സ്വപ്നമേ നടന്നുള്ളൂ. പിന്നെ കല്യാണം. പുള്ളിക്കാരന് മുടിഞ്ഞ സംശയം. ഒടുവില് യോജിച്ചു പോയില്ലെന്ന് മനസ്സിലായപ്പോ ഞാനിങ്ങ് പോന്നു. എനിക്കെന്റെ സ്വപ്നമാ വലുത്. ഞാനിപ്പോ അതിനുള്ള ശ്രമത്തിലാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അച്ഛനെ തീർത്താലും ചന്ദ്രയുടെ കാര്യങ്ങൾ നോക്കാൻ ശിവേട്ടനെ പോലുള്ള ഒരു ഏട്ടനുള്ളപ്പോ ചന്ദ്ര എന്തിനാ പേടിക്കുന്നേ? നിങ്ങളുടെ കല്യാണം ശിവേട്ടൻ നടത്തി തരും. അതിനുള്ള തന്റെയോടും കഴിവ് ശിവേട്ടനുണ്ട്. റാണി എന്തറിഞ്ഞിട്ടേ ഈ പറയുന്നേ? ശിവേട്ടന്റെ ഡബിൾ അച്ഛൻ. ശക്തിയുടെ കാര്യത്തിലായാലും ബുദ്ധിയുടെ കാര്യത്തിലായാലും അച്ഛന് സമം അച്ഛൻ മാത്രം. ഞങ്ങളിങ്ങനെ പേടിക്കുന്നതും അതുകൊണ്ട് തന്നെയാ. അച്ഛൻ നടത്തില്ല എന്ന് പറഞ്ഞ അച്ഛൻ നടത്തില്ല. ഇങ്ങനെ സന്തോഷത്തോടാണേ എന്ന് ഭക്ഷണം കഴിക്കേ. നിനക്ക് ഇഷ്ടപ്പെട്ട ഉണക്കത്തെ മീൻ പൊടിച്ച ചമ്മന്തിയാ ഇന്നത്തെ സ്പെഷ്യലേ. ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞ് ഉണ്ടാക്കിച്ചതാ. ഭാമേ, വിഷുനെ ആ ചെമ്മീൻ ചമ്മന്തി കുറച്ച് വിട്ടു കൊടുത്തേ. അത് ശരിയാ. ശിവന് ഉണക്കച്ചമ്മീൻ കൊണ്ടുവരുന്ന പെണ്ണിനെ വിളിച്ചു വരുത്തി മേടിച്ചതാ. രാഘവേട്ടന്റെ ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ അതങ്ങ് നടത്തിയിരിക്കണം. അതൊരുമാതിരി പിടിവാശിയാ. അങ്ങനെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളല്ലേ ഭാമേ നമ്മളെ ഭൂമി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇല്ലെങ്കിലേ എന്തോന്നും ജീവിതമാ. നീ അങ്ങോട്ട് കഴിക്കടാ. അച്ഛനിപ്പൊ ഞങ്ങളുടെ കാര്യത്തിൽ ഒട്ടും ശ്രദ്ധയില്ല കേട്ടോ. ആര് പറഞ്ഞു ശ്രദ്ധയില്ലെന്ന്? മക്കളുമാർ രണ്ടുപേരും ബർത്ത്ഡേ കൊണ്ടൊന്ന് വരട്ടെ. അച്ഛൻ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ. നീ നോക്കളെ ഒന്നും കഴിക്കാതിരിക്കുന്നേ. കഴിക്കുന്നുണ്ട് അച്ഛാ. ഒരു കാര്യം ഞാൻ പറയാം. ദാണ്ടേ നാളെ ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ളതാ. രണ്ടുപേരും ഊർജ്ജസ്വലയോടെ നിന്നാലേ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കാൻ പറ്റൂ. കാര്യമേ നിങ്ങളാണ് നാളത്തെ താരങ്ങള്. മോളെ കുറച്ചു കറിയും കൂടി ഒഴിക്കട്ടെ. കഴിക്കാൻ തോന്നുന്നില്ല സത്യമ്മ. നാളത്തെ ചടങ്ങിനെ കുറിച്ച് ഓർത്തിട്ട് ഉമ്മനീര് പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയില്ല ഞാൻ. മോളെ നീ സമാധാനമായിട്ടൊന്നിരിക്കെ. നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ഈശ്വരൻ ഇത് മുടക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. എന്നോട് സ്വകാര്യം. അതെ നാളെ ക്ലീറ്റ് വരുമ്പോഴേ. ക്ലീറ്റ് അല്ല അച്ഛാ, ക്ലീറ്റസ്. ക്ലീറ്റസ് എങ്കിൽ ക്ലീറ്റസ് അതെന്തെങ്കിലും ആവട്ടെ. അവൻ വരുമ്പോഴേ നമ്മളൊരു കുടുംബ ഫോട്ടോ അതെന്തായാലും എടുപ്പിക്കണം കേട്ടോ. നമ്മുടെ വീടിന്റെ വാതിൽക്ക് തന്നെ അത് ലാമിനേറ്റ് ചെയ്ത് വയ്ക്കുകയും വേണം. വന്നു കയറുന്നവരൊക്കെ ആ ഫോട്ടോ ആയിരിക്കണം ആദ്യം കാണേണ്ടത്. അടുത്ത ആഘോഷത്തിനെ ഇനി ഞാൻ ഇല്ലെങ്കിലേ എന്റെ ഒരു സാന്നിധ്യം ഈ വീട്ടിൽ നിങ്ങളോടൊപ്പം ഉണ്ടാവുമല്ലോ.
എന്തിനാ അച്ഛാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ സങ്കടപ്പെടുത്തുന്നേ? ഓ അച്ഛൻ എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാവും. ഒരു 100 വയസ്സ് കഴിഞ്ഞേ അച്ഛൻ മരിക്കുള്ളൂ, അത് പോരെ? എടാ മക്കളെ, നിങ്ങളോടൊപ്പം ജീവിക്കാനേ ഈ അച്ഛന് 100 വയസ്സ് പോരടാ. അത്രത്തോളം ആഗ്രഹമാ ഈ അച്ഛന് നിങ്ങളോടൊപ്പം കഴിയാനായിട്ടേ. അതുകൊണ്ടാ ഈ ചെറിയ സന്തോഷങ്ങളൊക്കെ വലിയ വലിയ സന്തോഷങ്ങളാക്കി അച്ഛൻ മാറ്റാൻ ശ്രമിക്കുന്നതേ. ആയുസ് തീരാറാവുമ്പോ മനുഷ്യന്റെ ആഗ്രഹങ്ങളൊക്കെ കൂടുമെന്ന് പറഞ്ഞു കേൾക്കാറില്ലേ? ചിലപ്പോ അതായിരിക്കും കാര്യം. എന്തുവായാലും ശരി, നാളത്തെ ചടങ്ങ് ഗംഭീരാക്കണം. ആ നാളെ ഇവിടെ എന്താ അച്ഛാ നടക്കാൻ പോകുന്നേ? നാളെ ഇവിടെ ഗംഭീര പരിപാടി നടക്കാൻ പോന്നേ. അച്ഛന്റെ അമ്മയുടെ കല്യാണത്തിന് മക്കൾ ഉപ്പുളവെന്നൊക്കെ കേട്ടിട്ടില്ലയോ? നാളെ അത് നമുക്കിവിടെ നേരിട്ട് കാണാൻ പറ്റും. ഉപ്പോ അതാര് വിളമ്പും? അതെന്തിനാ വിളമ്പുന്നത്? അതൊക്കെ ഉണ്ട്, മക്കള് കണ്ടോ? ആ പിന്നെ ഇന്നേ നിങ്ങൾ രണ്ടുപേരും എന്റെ ഭാമയുടെ കൂടെ കിടക്കുന്നേ. അയ്യോ, അപ്പൊ ഞങ്ങൾ അമ്മയോടൊപ്പം കിടക്കണ്ടേ? അതൊന്നും വേണ്ട. ആ ഇന്ന് മുതൽ കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ രണ്ടുപേരും ഞങ്ങളോടൊപ്പം കിടന്നാൽ മതി കേട്ടാ. കാരണേ നാളെ നമ്മളിവിടെ ആഘോഷിക്കുന്ന വെഡിങ് ആനിവേഴ്സറിയെ ശരിക്കൊരു കല്യാണം പോലെ നടത്തുന്നേ. ആ സത്യമേ, എന്താ? രാഘവേട്ട, ഏ? ശാലിനിക്ക് നാളെ ഓഫീസിൽ എന്തൊക്കെയോ ജോലി തിരക്കുകളുണ്ട്. ഇത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ആഘോഷിച്ചാ പോരെ? അതൊന്നും പറ്റത്തില്ല. ഞാൻ എല്ലാം വിളിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാ. ഇതിന് ഇനി എന്തെങ്കിലും മാറ്റം വന്നാ എന്നെ പിന്നെ നിങ്ങളത് കാണത്തില്ല കേട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാനേ അത്രയ്ക്ക് ആഗ്രഹിച്ച് നടത്തുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എന്റെ മക്കളുടെ കാര്യങ്ങള് ഞാനല്ലാതെ പിന്നെ ആരാ നടത്തുന്നേ? ഇവരുടെ സന്തോഷമാ, അതാ എനിക്ക് വലുതേ. ഇനി ഇതിന് ഒരിടങ്കോലിടാനായിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട. ഞാനെല്ലാം തീരുമാനിച്ചുറപ്പിച്ചിരിക്കുക. പറയുന്ന അനുസരിച്ച് എല്ലാരും കൂടെ ഒന്ന് നിന്നാ മാത്രം മതി.